Assalamualaikum. Welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് ദാഹിച്ച് നിൽക്കുന്ന ടൈമിൽ കുടിക്കാൻ പറ്റിയതോ അതുപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതായിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്കാണ്. ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഒരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. നമ്മൾ 1 ലിറ്റർ പാലിലാണ് ഇന്ന് വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് തിളപ്പിക്കാനായിട്ട് വെക്കുക. പാൽ ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഇടണം. കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റ് അതിലേക്ക് ഇട്ടാൽ കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കുക. ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കട്ട പിടിക്കാതെ കിട്ടും. 1 ലിറ്റർ പാലിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തത്. കസ്റ്റാർഡ് പൗഡർ കൂടി പോകരുത്, അപ്പോൾ പുഡിങ് പോലെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഒരു ലിറ്ററിലേക്ക് 2 ടേബിൾ സ്പൂൺ എടുക്കാം. ഇനി നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാലിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ടിടാം. ഞാനിപ്പോൾ 1 ലിറ്ററിലേക്ക് 1 കപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചാണ് ഈ ഡ്രിങ്ക് കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മധുരം അത്യാവശ്യം ഇടണം, അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഒട്ടും മധുരം ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു 10 ബദാം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ബദാമോ കാഷ്യൂ നട്ട്സോ ഏത് നട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് പൊടിച്ചിട്ട് ചേർക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് തിളക്കാനായിട്ട് വെക്കുക. ഇത് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. ദെൻ ഫ്രിഡ്ജിലേക്ക് വെക്കുക. നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അത് നന്നായിട്ട് തണുത്തിട്ട് കുടിക്കുമ്പോഴേ ആ ഡ്രിങ്കിന് ആ ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. ഇനി ഡ്രിങ്ക് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അതിൻ്റെ മുകളിൽ ജസ്റ്റ് പാട കെട്ടിയ പോലെ ഉണ്ട്. അത് കുഴപ്പമില്ല, ഒന്ന് ഇളക്കിയാൽ മതി. നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച കസ്കസ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇടുക. ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തത് വേണ്ട, ഒരു പാകത്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു റോബസ്റ്റ പഴം അത് ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് പൊടിച്ചിട്ട് ഇടുന്നുണ്ട്. ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. റുമാമ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കളർഫുള്ളായിട്ട് കിട്ടും. അതിനുശേഷം കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദാഹിച്ചിരിക്കുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ അസ്സലാമു അലൈക്കും.